ഇന്ന് ചിക്കൻ വെച്ചിട്ട് നമ്മളൊരു ഹൈ പ്രോട്ടീൻ ഹെൽത്തി സാലഡായിട്ട് പ്രിപ്പയർ ചെയ്യണേ. അതും ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി രീതിയിലാട്ടോ ചെയ്യണേ. അപ്പോൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ഹെൽത്തി സാലഡ് തന്നെയാണ്. അല്ലാത്തവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പെർ മീലിൽ തന്നെ നമുക്കൊരു 35 ഗ്രാമൊക്കെ ഒരു പെർ മീലിൽ നമുക്ക് പ്രോട്ടീൻ കയറും. ഇങ്ങനെ സാലഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ചിക്കനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫൈബർ നല്ലപോലെ എടുത്തിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ഡീറ്റെയിൽസ് മനസ്സിലാവും, എന്തൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്തൊക്കെ അളവാണെന്ന് നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ സാലഡിന് നമ്മൾ ഒരു 100 ഗ്രാം ചിക്കൻ ആട്ടോ എടുക്കണേ. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു 25 ഗ്രാം പ്രോട്ടീൻ കയറും. കൂടെ നമ്മൾ ബ്രോക്കോളി എടുക്കുന്നുണ്ട്. ബ്രോക്കോളി ഒരു 1 കപ്പ് എടുക്കണേ. അപ്പോൾ നല്ല രീതിയിൽ ഫൈബർ കയറും നമുക്ക്. പിന്നെ ഒരു വെളുത്തുള്ളി നമ്മൾ മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊട്ടറ്റും ക്യാരറ്റും ആട്ടോ യൂസ് ചെയ്യണം സാലഡിന്. ഇത്രയും മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒനിയൻസിൻ്റെ ലീവ്സ് യൂസ് ചെയ്യാം കേട്ടോ, അത് നല്ലതാട്ടോ. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ചിക്കൻ നമ്മൾ നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണേ. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ പെപ്പർ പൗഡറും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് ചിക്കനിലാക്കി പുരട്ടി ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് കീപ്പ് ചെയ്യാം. നമ്മൾ ഓയിലൊന്നും ചേർക്കാത്ത എടുക്കണോണ്ട് തന്നെ കൂടുതൽ മസാലയൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് മസാലയുടെ കുത്തുണ്ടാവും. അപ്പോൾ അധികമൊന്നും ചേർക്കണ്ട. നമ്മൾ ജസ്റ്റ് പെപ്പറും ഉപ്പും മാത്രമേ ചേർക്കണുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടോ വേവിക്കണം. നമ്മൾ ഓയിൽ ചേർക്കണില്ല. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പും പെപ്പറും ചേർത്തുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളിയും ജിഞ്ചറും നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സൈഡ് നമ്മൾ 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കണേ. ഒന്ന് വെന്ത് വരുന്ന നേരത്ത് നമുക്ക് അതിൽ പെപ്പറിൻ്റെ പൊടി ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഒന്ന് എരിവൊന്ന് പിടിച്ച് കിട്ടും. അതുപോലെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ വേവിച്ച് കിട്ടുന്ന നേരത്ത് ഇതുപോലെ പെപ്പറിൻ്റെ പൗഡർ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ചിക്കൻ അപ്പോൾ അവിടെ നിന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ബ്രൊക്കോളി നമുക്കൊന്ന് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാട്ടോ ഒന്ന് ബോയിൽ ചെയ്യണേ. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒലിവ് ഓയിൽ ആട്ടോ എടുക്കണേ. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു 3-4 അല്ലി ഗാർലിക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് നമ്മളൊരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഇനി അതിലേക്ക് നമുക്ക് ബ്രോക്കോളി ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ക്യാരറ്റും അതുപോലെ പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ചെയ്തത് ക്യാരറ്റും പൊട്ടറ്റയും ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ നേരത്ത് ബോയിൽ ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അത് മുന്നേ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നേരത്ത് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അതിനുശേഷം നമ്മൾ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ആ മസാല മൊത്തത്തിൽ ആ ചിക്കൻ്റെ മസാലയും ചിക്കനിലുള്ള ആ ഫ്ലേവർ എല്ലാം നമുക്ക് ആ വെജിറ്റബിൾസിലും കൂടി ആഡ് ചെയ്തപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ടേസ്റ്റും കൂടെ നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടി കുറച്ച് ചേർക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അത്രയും വെന്താൽ മതി, അധികം വേവിക്കേണ്ട. ക്യാപ്സിക്കം ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തോന്നും. അപ്പോൾ ആ ഒരു ഫ്ലേവർ കൂടി കിട്ടുമ്പോൾ നല്ലതാണ് കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഓനിയനും അതുപോലെ നമ്മൾ ടേസ്റ്റ് കൂട്ടാനൊരു സഹായിക്കുന്ന ഒന്നാണ്. അപ്പം അധികം ചൂടാക്കണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഐറ്റം അല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡ് ആക്കാം. ഞാനിന്ന് മുട്ട ആഡ് ചെയ്തിട്ടില്ല. ചപ്പാത്തിക്ക് കോംബോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റം ആട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ ചിക്കൻ സാലഡ് ആട്ടോ നമ്മൾ ഇന്ന് റെഡിയാക്കിയെടുത്ത്.